അപ്പോൾ ഇത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എണീറ്റ് കുറച്ച് നേരം ആയിട്ടില്ല, 9 മണിക്കാട്ടോ എണീറ്റ് വന്നത്. ഇപ്പോൾ ഏകദേശം സമയം 10 മണിയായി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. പുട്ടും കടലക്കറിയും. ഹസ്ബൻഡും മോനും കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും മോക്കുള്ള പുട്ട് അവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഹസ്ബൻഡ് മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ചെമ്മീനും ഈ ഒരു മീനാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ചെമ്മീൻ കറി വെക്കാനും ഈ മീൻ ഫ്രൈ ചെയ്യാനാണ് കേട്ടോ. പിന്നെ കുറച്ച് അവർ കഴിച്ചിട്ട് പോയ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പേ ആദ്യം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടി തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞാട്ടെ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഏതായാലും ഞാനിത് പുട്ടും കടലക്കറിയും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഒരു ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതുകൊണ്ടാണ് ഇതിങ്ങനെ സൂമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ പുട്ടും കടലക്കറിയും വറുക്കാതെ അരച്ച കടലക്കറിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വറുത്തരച്ച കറിയുടെ അതേ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയൊരു കടലക്കറിയാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ രാവിലെ തന്നെ മോൾ അടിച്ച് വാരാൻ തുടക്കുക. അത് അപൂർവമായിട്ട് ലോട്ടറി അടിക്കുന്ന പോലെ എനിക്ക് അങ്ങനെ കിട്ടാറുണ്ട്. ചില ദിവസങ്ങൾ അവൾ അടിച്ച് വാരി ഒന്ന് നിലം തുടച്ച് തരും കേട്ടോ. അപ്പോൾ അവൾ അത് ചെയ്യുന്നുണ്ട്. അത് പിന്നെ വീഡിയോയിൽ അവൾക്ക് കാണിക്കുന്ന ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. എന്നാലും അതെനിക്ക് ഭയങ്കര ഒരു ലോട്ടറി തന്നെയാണ്. കാരണം അങ്ങനെ ചെയ്യാറേ ഇല്ല. വല്ലപ്പോഴും ഒരു തോന്നിയിട്ട് അവളത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പം വേഗത്തിൽ തന്നെ കിച്ചണിലേക്ക് തന്നെ ബാക്കി പരിപാടികൾ തുടങ്ങാമെന്ന് കരുതി. അല്ലെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യാറ്. പിന്നെ ഇപ്പോൾ അത് അവൾ ചെയ്യുന്നുണ്ട്. പിന്നെ തുണി അലക്ക് മെഷീനിൽ തന്നെയാണ് കേട്ടോ കൂടുതലും. നല്ല തുണികൾ മാത്രം കൈകൊണ്ട് അലക്കുകയാണ് ചെയ്യാറ്. നമുക്കിവിടെ ബാത്റൂമിൽ ഇരുന്നിട്ടൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം തുണികൾ മെഷീനിൽ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത് അവിടെ മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി, മീൻ കഴുകി എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി എടുക്കണമല്ലോ. വാഷ് ബേസിൻ ഒഴിവാക്കി കിട്ടണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ പാത്രങ്ങളാണ് കേട്ടോ കഴുകുക. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ പാത്രം കഴുകി കഴിയുമ്പോഴേക്കും തന്നെ വെള്ളം ചൂടായി കിട്ടിയല്ലോ. ഇനിയിപ്പോൾ ആദ്യം തന്നെ അരിയിട്ട് അവിടെ തിളപ്പിച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെയൊക്കെ ചോറ് വെക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പം നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ചോറ് നമ്മൾ തിളപ്പിച്ച് ഓഫ് ചെയ്തിട്ട് ക്ലിപ്പ് ഇട്ടിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ, അല്ലെങ്കിൽ അരിയുടെ വേവ് പോലെ അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ കൊണ്ട് അത് വെന്ത് കിട്ടും. പിന്നെ ഒന്നുകൂടി തിളപ്പിച്ച് വാർത്താൽ മതി. ആ നേരം കൊണ്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അരി അളന്നെടുത്ത് അരി ഇടാൻ പോവാണ് കേട്ടോ ആദ്യം. അപ്പോൾ ഇങ്ങനെ 2 കൈ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അരി കഴുകുന്നത്. പണ്ട് മുതലേ എൻ്റെ അമ്മയുടെ കയ്യിൽ ഞങ്ങൾക്ക് ഒരുപാട് തവണ വഴക്കും അടിയൊക്കെ കിട്ടിയിട്ടുള്ള ഈ ഒരു കാര്യത്തിനാണ് കേട്ടോ. അരി കഴുകുമ്പോൾ എപ്പോഴും ഇങ്ങനെ 2 കൈ വെച്ച് നന്നായി തിരുമ്മി കഴുകണം എന്ന് എപ്പോഴും അമ്മ പറയും കേട്ടോ. അപ്പോൾ ചില സമയത്ത് ചിലരിങ്ങനെ ഒരു കൈ വെച്ച് കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളും ചില സമയത്ത് മടിയൊക്കെ ഉള്ള സമയത്ത്, അമ്മ കാണാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് വഴക്കും അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരി എപ്പോഴും ഇങ്ങനെ 2 കൈ വെച്ച് നന്നായി തിരുമ്മി കഴുകിയിട്ട് വേണം ഇടാൻ എന്നാണ് അമ്മ പറയുക. അപ്പോൾ ഒരു 3-4 വെള്ളത്തിൽ ഞാനിങ്ങനെ കഴുകിയിട്ട് 2 കൈയും വെച്ച് ഇങ്ങനെ തിരുമ്മി തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 3-4 തവണ എന്തായാലും കഴുകുക. 4 തവണ മിനിമം കഴുകിയിട്ടില്ലെങ്കിൽ എനിക്കെന്തോ ഒരു പകുതിക്ക് വെച്ച് നിർത്തിയൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ 4 തവണ അങ്ങനെ കഴുകി അരിയിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ക്ലിപ്പിട്ടിട്ട് അവിടെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മൂടി വെക്കും. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചോറ് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തിളക്കുന്ന സമയം കൊണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് മീൻ വൃത്തിയാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ചെമ്മീനും മറ്റേ മീനിൻ്റെ പേരെനിക്ക് അത്രയ്ക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും ഫ്രൈ ചെയ്യാൻ പറ്റിയൊരു മീനാണെന്ന് തോന്നുന്നു. ഞാൻ കഴിക്കില്ല കേട്ടോ. എനിക്കറിയാത്ത മീനുകളൊന്നും ഞാൻ കഴിക്കില്ല. മത്തി, അയില, ചെമ്മീൻ ഈ 3 മീനേ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് അവർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ചെമ്മീൻ നല്ല വലിപ്പമുള്ള ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഒരു 20-25 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതിന് എന്താണ് പറയുക, ഞരമ്പൊക്കെ വലിച്ച് കളഞ്ഞിട്ടാണ് ഞാൻ വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെമ്മീനും മുരിങ്ങക്കായും ഒക്കെ ഇട്ടിട്ടുള്ള കറി ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചോറ് തിളക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ഞാൻ കൈ കഴുകിയിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ആ സ്റ്റൗവിൻ്റെ മേലെയൊക്കെ മറിയും. മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സ്റ്റൗവിൻ്റെ മേലെയൊക്കെ അതങ്ങ് മറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്ന് കൈ കഴുകിയിട്ട് അരി ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി കുറച്ച് നേരം അതങ്ങനെ അവിടെ 2-3 മിനിറ്റ് അങ്ങനെ തിളപ്പിച്ചിട്ട് അങ്ങനെ ഓഫ് ചെയ്തിടുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതവിടെ തിളക്കുന്ന സമയം കൊണ്ട് 2-3 ചെമ്മീനും കൂടെ വൃത്തിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. ആ ഗ്യാപ്പിൽ കിട്ടുന്ന സമയത്ത് ചെയ്യും എന്തായാലും. അപ്പോൾ അങ്ങനെ ഇത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെമ്മീനും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്.
പിന്നെ ആ മറ്റേ ഫ്രൈ ചെയ്യാനുള്ള മീനും മുറിച്ച് കഴുകി അത് ആദ്യം മുളകൊക്കെ പുരട്ടി വെച്ചു കേട്ടോ, കാരണം മുളക് പിടിക്കണമല്ലോ. അപ്പോൾ ആദ്യം അത് മുളകൊക്കെ തേച്ച് വെച്ചിട്ട് കറിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ മീൻ കറി വെക്കുന്ന പോലെ തന്നെ ചെമ്മീൻ കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഓൾറെഡി ഞാൻ തേങ്ങയൊക്കെ ചിരകി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പോൾ അതിനിടയിൽ നമ്മുടെ ചോറും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അരമണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ ചോറും ആയിട്ടുണ്ട്. മീൻ ഞാൻ നന്നായിട്ട് മുളകൊക്കെ പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുളക് പിടിക്കാൻ വേണ്ടി ആദ്യം അത് ചെയ്ത് വെച്ചേ. ഇനിയിപ്പോൾ ഇതേ നമ്മൾ തക്കാളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തു. മുരിങ്ങക്കായും ഇട്ട് കൊടുക്കാറുണ്ട്, പക്ഷേ ഇന്ന് മുരിങ്ങക്കായ ഇല്ലാത്ത കാരണം ഇട്ട് കൊടുത്തില്ല. പച്ചമാങ്ങയുള്ള സമയത്താണെങ്കിൽ പച്ചമാങ്ങ ഇട്ട് കൊടുക്കും. അതില്ലാത്ത സമയത്ത് തേങ്ങ അരക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ വാളംപുളി തന്നെ അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇന്നിപ്പം നമ്മുടെ വാളംപുളിയും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. നമ്മൾ ജീരകവും ചേർക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ജീരകമൊക്കെ ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്ത് ഇത് അരപ്പൊക്കെ റെഡിയാക്കി അരപ്പ് കലക്കി തിളപ്പിച്ചെടുക്കുക. മീൻകറി പിന്നെ അത്രയല്ലേ നമുക്ക് പണിയുള്ളൂ, ഒരുപാട് നേരത്തെ പണിയില്ലല്ലോ. മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈസിയാണല്ലേ, പെട്ടെന്ന് പണി കഴിയും. പിന്നെ ഇവിടെ കുട്ടികൾക്ക് തോരനൊന്നും കഴിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. അപ്പോൾ അത് മാത്രമല്ല ഒരുപാട് കറികൾ വേണ്ട. പിന്നെ എന്ത് കറിയാണെങ്കിലും അതിനോടൊപ്പം തൈര് നിർബന്ധമാണ്. അപ്പോൾ പിന്നെ ഇതേ ഒരു മീൻ കറിയും ആ മീൻ ഫ്രൈയും ചെയ്ത് കൊടുത്ത തൈരും കൂടി അത്രേ പരിപാടിയുള്ളൂ കേട്ടോ. വേറെ ഇന്ന് തോരൻ്റെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇതേ മീനൊക്കെ അരപ്പൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ഞാൻ ഉപ്പിപ്പം നോക്കില്ല കേട്ടോ. ഞാൻ നന്നായി തിളച്ച് മീനൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം എനിക്കെന്തോ അതത്ര വലിയ ഇഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു കണക്കിന് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അടുപ്പത്ത് വെക്കുക. നന്നായി തിളച്ച് മീനൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് കഴിഞ്ഞു എന്ന് കാണുമ്പോഴാണ് ഞാൻ ഉപ്പ് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മീൻ കറിയൊക്കെ നന്നായി തിളച്ച് കുറുകി അതിനകത്ത് ഞാൻ ലാസ്റ്റിലൊരല്പം കറിവേപ്പില, വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീനും ഇതേ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതെന്താ സംഭവം എന്നറിയോ? നമ്മൾ രാവിലെ പുട്ടുണ്ടാക്കിയിട്ട് രാവിലെ കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള പുട്ട് മാത്രം ഞാൻ ഉണ്ടാക്കി 2 കുറ്റി പുട്ട് മാത്രമേ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ബാക്കി പുട്ടുപൊടിയാണ്, നനച്ച പുട്ടുപൊടിയാണ് കേട്ടോ. അതിനകത്തേക്ക് ഇതേ അത്യാവശ്യം നല്ല അളവിൽ ചിരകിയ ഫ്രഷ് നാളികേരം ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ പുട്ടുപൊടിക്ക് രാവിലെ പുട്ടിന് നനക്കുമ്പോൾ ഉള്ള ഉപ്പ് മാത്രമേ ഇടുള്ളൂ, വേറെ ഉപ്പൊന്നും എക്സ്ട്രാ ഇടില്ല. പക്ഷെ തേങ്ങ നന്നായിട്ട് ചേർത്ത് കൊടുക്കും. ഇതിങ്ങനെ നന്നായി കൈകൊണ്ട് ഞെരടിയിട്ട് തന്നെ മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ തേങ്ങയുടെ പാലൊക്കെ ഒന്നിങ്ങനെ ഇളകി കിട്ടണം. അപ്പോൾ ഇത് അങ്ങനെ ആ തേങ്ങ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായി കിട്ടും. വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവി കയറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആവി കയറ്റിയെടുത്ത് ഈ ഒരു സംഭവം ഞങ്ങൾക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വൈകുന്നേരത്തെ ചായക്കൊപ്പം ചൂട് ചായക്കൊപ്പം ഇതങ്ങനെ കടിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസം ഞാൻ പുട്ട് അത്യാവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കി പൊടി ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ വൈകുന്നേരത്തെ സ്നാക്കിനും കൂടി ഉള്ള പരിപാടി ഇപ്പം തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ആ അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് ഞാനിതൊന്ന് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം. പിന്നെ ഇതേ ഇന്നലത്തെ ബിരിയാണി ഉണ്ടായിരുന്നു കുറച്ച്, അത് കുട്ടികൾക്ക് ചൂടാക്കി കൊടുക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതേ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതേ ഒരു കോഴിമുട്ട, ഇത് ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ വൈറ്റ് എടുത്തിട്ട് തലയിലത്തേക്ക് ഞാൻ ആഴ്ചയിൽ 2-3 ദിവസം മാത്രമേ 3 ദിവസമാണ് കുളിക്കുന്നത്. ആ കുളിക്കുന്ന സമയത്ത് എന്തെങ്കിലും തലയിൽ ഇതുപോലെ തേച്ച് കൊടുത്തിട്ടേ കുളിക്കാറുള്ളൂ കേട്ടോ. ഇവിടുത്തെ ക്ലോറിൻ വെള്ളത്തിലൊക്കെ കുളിക്കുന്നില്ല, അത്രയെങ്കിലും ഒരു പ്രോട്ടീൻ തലക്കിരിക്കട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ എണ്ണ, ഇത് കാച്ചിയ എണ്ണയാണ്, ഞാൻ തന്നെ കാച്ചിയതാണ്. ഇത് നല്ല അടിപൊളി എണ്ണയാണ്, ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. എണ്ണ തേച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ നിന്നതിന് ശേഷം ഇതേ നമ്മുടെ മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് അതും കൂടി ഒന്ന് തേച്ച് കൊടുക്കും. ഇനിയിപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യും കേട്ടോ. അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുളിയും കൂടെ കഴിഞ്ഞ് ഊണ് കഴിക്കും. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ മുട്ടയുടെ വെള്ളമൊക്കെ തേച്ച് നന്നായി പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ച് ഊണ് കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ റെസ്റ്റാണ് കേട്ടോ. അപ്പം ഒരുപാട് വീഡിയോ ഞാൻ അങ്ങനെ നീട്ടുന്നില്ല. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് കുളിച്ച് ഭക്ഷണം കഴിക്കും കേട്ടോ. എല്ലാവരും ഒരുമിച്ചൊന്നും ഉണ്ടാവാറില്ല, കാരണം എല്ലാവരും ഇടക്കിടക്ക് സൺഡേ ദിവസമാണെങ്കിലും തിരക്ക് ആണ്, അച്ഛനും മകളൊക്കെ തിരക്ക് തന്നെയാണ്. അപ്പം ഒറ്റക്ക് തന്നെയായിരിക്കും ഊണൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ തൽക്കാലം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി കുളി കഴിയണം, ഫുഡ് കഴിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.